ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ സുഭാഷിതമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സുഭാഷിതം എന്താണെന്ന് നോക്കാം. തുഷ്യന്തി ഭോജനേ വിപ്രാഹ മയൂരാഹ ഘനഗർജിതേ സാധവ പരസമ്പത്തൗ കലാഹ പരവിപത്തിഷു. തുഷ്യന്തി ഭോജനേ വിപ്രാഹ മയൂരാഹ ഘനഗർജിതേ സാധവഃ പരസമ്പത്തൗ കലാഹ പരവിപത്തിഷു. തുഷ്യന്തി ഭോജനേ വിപ്രാഹ മയൂരാഹ ഘനഗർജിതേ സാധവഃ പരസമ്പത്തൗ കലാഹ പരവിപത്തിഷു. ഇതിൽ ഒരു ക്രിയ മാത്രമേ ഉള്ളൂ, അതായത് തുഷ്യന്തി എന്നുള്ളത്. തുഷ്യന്തി എന്ന് ബഹുവചനമാണ്. തുഷ്യതി, തുഷ്യതഃ, തുഷ്യന്തി. സന്തോഷിക്കുന്നു എന്നാണ്. സന്തോഷിക്കുന്നു. ആ സന്തോഷിക്കുന്നു എന്നുള്ള ഈ ക്രിയ തന്നെ ഓരോ വരിയിലും അതുമായിട്ട് യോജിക്കും. അത് നമ്മൾ നോക്കാം എങ്ങനെയാണ്. ആദ്യം വിപ്രാഹ ഭോജനേ തുഷ്യന്തി. വിപ്രാഹ, വിപ്രരാരാണ്? ബ്രാഹ്മണർ. വിപ്രാഹ ഭോജനേ തുഷ്യന്തി. ഭോജനത്താൽ, ആഹാരത്താൽ, തൃതീയ ഭോജനത്താൽ തുഷ്യന്തി, സന്തോഷിക്കുന്നു. നേരിട്ടുള്ള അർത്ഥം ഞാൻ പറയുന്നത്. രണ്ടാമത്തത് മയൂരാഹ ഘനഗർജിതേ. മയൂരാഹ, അപ്പോൾ ഇവിടെ തുഷ്യന്തി വന്നു അല്ലേ? വിപ്രാഹ ഭോജനേ തുഷ്യന്തി. അടുത്ത മയൂരാഹ ഘനഗർജിതേ തുഷ്യന്തി. മയൂരാഹ പീകോക്സ്, മയിലുകൾ. ഘനഗർജിതേ, ഘന എന്താണ്? മേഘം. മേഘത്തിൻ്റെ ഗർജനം എന്ന് പറഞ്ഞാൽ എന്താ? ഇടി അല്ലേ? ഇടി കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? മയൂരാഹ തുഷ്യന്തി. മയിലുകൾ സന്തോഷിക്കുന്നു. അത് നമുക്ക് മയിലിൻ്റെ അടുത്തെങ്ങാണ്ട് ഇത് കേൾക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ചെറിയ മഴ, ചാറ്റൽ മഴയൊക്കെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? നൃത്തം ചെയ്യാൻ തുടങ്ങും, പീലി വിടർത്തി അല്ലേ? അത് കഴിഞ്ഞിട്ട് സാധവഃ പരസമ്പത്തൗ തുഷ്യന്തി. സാധവഃ എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾ. സജ്ജനങ്ങൾ പരസമ്പത്തോ, പരസമ്പത്ത് എന്ന് പറഞ്ഞാൽ അന്യരുടെ സമ്പത്തിൽ തുഷ്യന്തി, സന്തോഷിക്കുന്നു. അടുത്തത് കലാഹ പരവിപത്തിഷു തുഷ്യന്തി. കലാഹ, ആരാണ്? ദുർജനങ്ങൾ, ദുഷ്ടർ. കലാഹ പരവിപത്തിഷു, വിപത്തികളിലാണ്. വിപത്തെന്ന് പറഞ്ഞാൽ എന്താ? ആപത്ത്, അപകടമൊക്കെ. മറ്റുള്ളവരുടെ വിപത്തിൽ തുഷ്യന്തി, സന്തോഷിക്കുന്നു. ഇതാണ് നേരിട്ടുള്ള അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഓരോ വരിയായിട്ട് നോക്കാം. ആദ്യത്തത് വിപ്രാഹ ഭോജനേ തുഷ്യന്തി. അപ്പം ശരിക്കും പണ്ടൊക്കെ പറയും ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ ഭോജനപ്രിയരാണെന്നാണ്. ആഹാരത്തിന് ഭയങ്കര ഇതാണ്. ആഹാരം എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ സദ്യ ഉണ്ണാനുമൊക്കെ ഭയങ്കര പ്രിയരായിട്ടുള്ളതാണ്. പിന്നെ ബ്രാഹ്മണർ എന്നാണ് വയ്പ്. അപ്പോൾ അങ്ങനെ ഒരു ചൊല്ല് തന്നെയുണ്ട്. ബ്രാഹ്മണർ എന്താണ്? ഭോജനപ്രിയരാണ് എന്നൊരു ചൊല്ലുണ്ട് പണ്ട്. അപ്പോൾ പിന്നെ ഭോജനവുമായി ബന്ധപ്പെട്ട അധികത്തിലും പണ്ട് കഥകൾ വരെയുണ്ട്. ബ്രാഹ്മണരുമായിട്ട് ബന്ധപ്പെട്ട ഈ ഭോജനത്തെക്കുറിച്ചിട്ടുള്ള കഥകൾ വരെ നിരവധിയാണ്. അതാണ് അവിടുത്തെ തുഷ്യന്തി. രണ്ടാമത് വന്ന എന്താ? മയൂരാഹ ഘനഗർജിതേ തുഷ്യന്തി. മയൂരാഹ, മയൂരങ്ങൾ എന്ന് പറഞ്ഞാൽ മയിലുകൾ. ഘനം, പിന്നെ മേഘത്തിൻ്റെ ഗർജനം എന്ന് പറയുന്നതിന് ഇടിയാണ് അല്ലേ? ഇടിവെട്ടുന്നത്. അപ്പോൾ ഇടിവെട്ടുമ്പോഴാണ് മയൂരങ്ങൾ സന്തോഷിക്കുന്നത് എന്ന് എങ്ങനെ മനസ്സിലാവും? ആ ഇടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മയിലുകൾ എന്ത് ചെയ്യും? നൃത്തം ചെയ്യും. തൻ്റെ പീലികളെല്ലാം ഉണർത്തി നൃത്തം ചെയ്യും. ഇടിവെട്ടുമ്പോൾ അതുപോലെ ചെറിയ ചാറ്റൽ മഴയൊക്കെ വരുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യുന്നതാണ്. അടുത്തത് മൂന്നാമത്തത് സാധവഃ പരസമ്പത്തോ തുഷ്യന്തി. സാധവഃ, സജ്ജനങ്ങൾ പരസമ്പത്തോ, പരസമ്പത്തിൽ. പരെന്ന് പറഞ്ഞാൽ അന്യരായിട്ടുള്ളവരുടെ സമ്പത്തെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അവർ അന്യരായിട്ടുള്ള ആരായാലും അവർ സമ്പത്തിൽ കഴിയുമ്പോൾ പിന്നെ സജ്ജനങ്ങൾ തുഷ്യന്തി, സന്തോഷിക്കുന്നു. എന്താ കാരണം? അന്യരുടെ ഉയർച്ചയിൽ ഈ സജ്ജനങ്ങൾക്ക് ഒന്നും തോന്നാറില്ല, ഒരു ദേഷ്യം ഒന്നും തോന്നാറില്ല. അന്യരുടെ ഉയർച്ച ആഗ്രഹിക്കുന്നവരാണ് സജ്ജനങ്ങൾ. അപ്പോൾ അവരെന്ത് ചെയ്യും? ഈ പിന്നെ അവരുടെ ഐശ്വര്യത്തിൽ നല്ല രീതിയിൽ അവർ ഐശ്വര്യമായിട്ട് ജീവിക്കുന്നു. മറ്റുള്ളവർ നല്ല രീതിയിൽ ഐശ്വര്യത്തോടെ ജീവിക്കുന്നു എന്ന് കാണുമ്പോഴാണെന്ന് അവർക്ക് സന്തോഷം തോന്നുക. ആർക്ക്? സജ്ജനങ്ങൾക്ക്. നമ്മളൊരു ചൊല്ല് കേട്ടില്ലേ? ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത, ലോകം മുഴുവൻ. സുഖിനോ ഭവന്തു, സുഖികളായി തീരട്ടെ, ആയിരിക്കട്ടെ. എല്ലാവരും സുഖത്തോടു കൂടി ഇരിക്കട്ടെ എന്നുള്ളതാണ് ഈ സജ്ജനങ്ങൾ ആഗ്രഹിക്കുന്നത്.
അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അടുത്ത മൂന്നാമത്തത് ഖലാഹ പരവിപത്തിഷു തുഷ്യന്തി. ഖലാഹ ദുർജനങ്ങൾ അല്ലെങ്കിൽ ദുഷ്ടരായിട്ടുള്ളവർ, പരവിപത്തിഷു അന്യരുടെ വിപത്തിൽ അവർക്ക് ആപത്തെന്തെങ്കിലും സംഭവിക്കുമ്പോൾ, അന്യർക്ക് ആപത്തെന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് ദുർജനങ്ങൾ സന്തോഷിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ പിന്നെ ഓരോരുത്തരുടെയും വ്യത്യസ്തമായ ആഗ്രഹങ്ങളാണ്. വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ ഈ സുഭാഷിതത്തിലൂടെ കവി എടുത്തു കാണിക്കുകയാണ്. ഓരോ ആഗ്രഹങ്ങൾ. ആദ്യം വിപ്രൻ്റെ ആഗ്രഹം, അത് കഴിഞ്ഞിട്ട് മയൂരങ്ങളുടെ, അത് കഴിഞ്ഞിട്ട് സജ്ജനങ്ങളുടെ, പിന്നീട് ഖലർ അതായത് ദുർജനങ്ങൾ. ഇവരെല്ലാവരുടെയും ആഗ്രഹങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് എന്നാണ് ഈ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.